നമസ്കാരം. സിറിയയെ സഹായിക്കാൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ച് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി എത്തിയിരിക്കുന്നു. സിറിയ ഒരിക്കലും ലോക സമാധാനത്തിന് ഭീഷണിയാകില്ലെന്ന് ആണയിട്ട അദ്ദേഹം BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ സിറിയക്കെതിരായ ഉപരോധം പിൻവലിക്കണം. കാരണം ഉപരോധങ്ങൾ ബാഷർ അൽ അസദിന്റെ ഭരണകാലത്ത് നിലവിൽ വന്നതാണ്. അത് പുതിയ ഭരണകൂടത്തിന്റെ കാലത്തും തുടരുന്നത് ശരിയല്ലെന്ന വിമത സംഘമായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ തലവൻ പ്രതികരിക്കുകയാണ്. HTSനെ തീവ്രവാദ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജുലാനി ആവശ്യപ്പെട്ടു. സിറിയയെ ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ പോലെ ആക്കില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ തടയില്ല. സിറിയയിൽ വിമതർ ഭരിക്കുന്ന ഇദ്ബിൽ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സർവകലാശാലകളിൽ 60% കൂടുതൽ സ്ത്രീകൾ പഠിക്കുന്നു. നിയമ വിദഗ്ധരുടെ ഒരു സമിതി രാജ്യത്തിനായി പുതിയ ഭരണഘടന ഉണ്ടാക്കുമെന്നും ജുലാനി പറഞ്ഞു. അതേസമയം മദ്യം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞുമാറി. ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ തനിക്കിപ്പോൾ ആകില്ലെന്നായിരുന്നു പ്രതികരണം. നേരത്തെ സിറിയയെ താവളമാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് ജുലാനി വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലുമായും ഒരു രാജ്യവുമായും തങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്നും ജുലാനി വ്യക്തമാക്കി. ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുകയും രാജ്യത്ത് കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്നും അദ്ദേഹം ദി ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. 1947 ഇസ്രായേൽ സിറിയ കരാറിലെ ധാരണകളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. UN ദൗത്യ സംഘത്തെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇസ്രായേൽ ആയാലും മറ്റേതു രാജ്യമായാലും ആരുമായും സംഘട്ടനം ആഗ്രഹിക്കുന്നില്ല. സിറിയയെ ആക്രമണത്തിനുള്ള താവളമാക്കാനും അനുവദിക്കില്ല. ഇങ്ങനെയാണ് ജുലാനി പറഞ്ഞത്. സിറിയൻ ജനത ഒരു ഇടവേള ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൂടി ജുലാനി സൂചിപ്പിച്ചു. രാജ്യത്ത് ആക്രമണം നടത്തുന്നത് അവസാനിപ്പിച്ച് പഴയ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ പിന്മാറണം. അസദ് ഭരണത്തിൽ ലോകരാജ്യങ്ങൾ ചുമത്തിയ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും നീക്കണമെന്നും ജുലാനി ആവശ്യപ്പെട്ടു. അൽഖ്വയ്ദയുമായി ബന്ധമുണ്ടായിരുന്ന HTSനെ സിറിയയുടെ അധികാരം പിടിച്ചതിൽ ക്രിസ്ത്യാനികളും ദുറൂസികളും ഉൾപ്പെടെയുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണെന്ന റിപ്പോർട്ടുകളോടും ജുലാനി പ്രതികരിച്ചു. ന്യൂനപക്ഷ നേതാക്കളുമായി തങ്ങൾ കൂടിക്കാഴ്ചകൾ നടത്തി ആശങ്കകൾ ചർച്ച ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. കരങ്ങളിൽ രക്തക്കറയുള്ളവരും അസദ് ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ പങ്കാളികളായവരും ഒഴികെയുള്ള എല്ലാവർക്കും പൊതുമാപ്പ് നൽകുമെന്നും ജുലാനി വെളിപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് നടത്തും മുമ്പ് രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിലും സുസ്ഥിരത കൊണ്ടുവരുന്നതിലുമാണ് തന്റെ പ്രധാന ശ്രദ്ധയുമെന്നും ജുലാനി പറയുന്നു. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയും പുറത്താണുള്ളത്. അവരിൽ പലർക്കും കൃത്യമായ രേഖകളൊന്നുമില്ല. അയൽ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം അവരെ തിരികെ നാട്ടിലെത്തിക്കണമെന്നും ജുലാനി പറയുന്നു. ഭരണമാറ്റ കാലത്തേക്കുള്ള പദ്ധതികളും സിറിയൻ ഭരണഘടനയും തയ്യാറാക്കാൻ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും ജുലാനി അറിയിച്ചിട്ടുണ്ട്. ഇതിന് ദീർഘകാലം എടുക്കുമെന്ന് പറഞ്ഞ ജുലാനി ഇസ്ലാമിക നിയമം നടപ്പാക്കുമെന്ന പ്രചാരണങ്ങൾ തള്ളുകയും ചെയ്തു. ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലൊന്നും ഭരണകൂടം ഇടപെടില്ലെന്നാണ് ജുലാനി പറഞ്ഞത്. സ്വാഭാവിക സിറിയയായിരിക്കും വരാൻ പോകുന്നത്. അതേസമയം ആചാരങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോവുകയെന്നും അബു മുഹമ്മദ് ജുലാനി കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ കുപ്രസിദ്ധമായ തടവറകൾ ഓരോന്നോരോന്നായി കണ്ടെത്തി തടവുകാരെ തുറന്നുവിട്ട് സ്വാതന്ത്ര്യ ആഘോഷവും നടക്കുന്നുണ്ട്. എല്ലാ തടവറകളും തുറക്കുമെന്നാണ് വിമതരുടെ വാക്ക്. സിറിയയിൽ ബാഷർ അൽ അസദിന്റെ പിതാവായ ഹാഫിസ് അൽ അസദിന്റെ ഭരണകാലത്ത് ജയിൽ അടയ്ക്കപ്പെടുകയും പിന്നീട് സൗദിയിൽ അഭയം തേടുകയും ചെയ്ത അറബ് ദേശീയവാദിയായ ഹുസൈൻ അൽ ഷാറയുടെ മകനാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് വിളിപ്പേരുള്ള അഹമ്മദ് ഹുസൈൻ അൽ ഷറ. 1982 സൗദിയിലെ റിയാദിൽ ജനിച്ച ജുലാനി 7-ാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിലെ ദമസ്കസിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. 2003 അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതിനെ തുടർന്ന് ജുലാനി അവിടെ എത്തി അൽഖ്വയ്ദയിൽ ചേർന്നു. 2006 അമേരിക്കയുടെ പിടിയിലായ ജുലാനി 5 വർഷക്കാലം ജയിലിലായിരുന്നു. 2011 മാർച്ചിൽ സിറിയയിൽ ബാഷർ അൽ അസദിനെതിരെയുള്ള പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജുലാനി സിറിയയിലേക്ക് മടങ്ങി. ജബത്ത് അൽ നുഷ്ര എന്ന പേരിൽ അൽഖ്വയ്ദയുടെ ഘടകം സ്ഥാപിച്ചു. അബൂബക്കർ അൽ ബാഗ്ദാദിയും യോജിച്ച് പ്രവർത്തിച്ചെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരണത്തെ തുടർന്ന് 2013 ബന്ധം ഉപേക്ഷിച്ച് അൽഖ്വയ്ദയുടെ ഐമൻ അൽ സവാഹിരിയിൽ ചേർന്നു.
2016 ഗ്രൂപ്പിനെ ജബത്ത് ഫത്തെ അൽ ഷാം എന്ന് പുനർനാമകരണം ചെയ്യുകയും 2017 പല വിഭാഗങ്ങളുമായി ചേർന്ന് HDS രൂപീകരിക്കുകയും ചെയ്തു. തുടർന്ന് അൽ ഖ്വയ്ദയിൽ നിന്ന് അകന്ന് മിതവാദി പ്രതിച്ഛായയിലേക്ക് മാറിയ ജുലാനി ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായം അണിയുകയായിരുന്നു. നീളൻ കുപ്പായവും താടിയും ഉപേക്ഷിച്ചു. സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ലെന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ജുലാനിയുടെ ലക്ഷ്യം അൽ ഖ്വയ്ദയുടേത് തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. COVID-19, ഉക്രൈൻ യുദ്ധം, ഇഡ്ബിലിലെ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കാരണങ്ങളാൽ 5 വർഷത്തോളം HDSന്റെ പ്രവർത്തനം അത്ര സജീവമല്ലായിരുന്നു. ലെബനനിലെ മാധ്യമ സ്ഥാപനമായ അൽ മനാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന്റെ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവർ സിറിയയിൽ വേരുറപ്പിച്ചത്. HDSന്റെ പുനരുജ്ജീവനം ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അസദിന്റെ പതനം ISുമായും അൽ ഖ്വയ്ദയുമായും ബന്ധമുള്ള ഗ്രൂപ്പുകളെ ശാക്തീകരിക്കുമെന്ന് ചിലർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. നിലവിൽ സിറിയയിലെ ഏറ്റവും ശക്തമായ സായുധ പ്രതിപക്ഷ സേനയാണ് HDS. ഇറാഖിൽ നിന്ന് 6 പേരുമായാണ് ജുലാനി തന്റെ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ അംഗസംഖ്യ 5000-ആയി ഉയർന്നു. 2022 വടക്കു പടിഞ്ഞാറൻ സിറിയൻ പ്രവിശ്യയായ ഇഡ്ബിൽ HDS പ്രവർത്തനം വ്യാപിപ്പിച്ചു. സാൽവേഷൻ ഗവൺമെന്റ് എന്ന പേരിൽ ഒരു സിവിലിയൻ ഭരണകൂടത്തിന് ജുലാനി രൂപം നൽകി. നന്ദി.